BSc Main Physics, Semester 4, 9th lecture, Main Physics, Motion of charged particle in electromagnetic field from particle dynamics. Particle dynamics എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള അടുത്ത ഒരു പോർഷനാണ് മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. പല കേസുകളുണ്ട്, നമ്മൾ ഓരോ കേസ് പഠിക്കാൻ പോകും. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കിളിൻ്റെ മോഷൻ പല കേസായി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓരോന്ന് പറയുകയാണ്. ഇപ്പോൾ 9th lecture, Semester 4, BSc Main Physics. So you look here, motion of charge particle, equation for motion. അപ്പോൾ ആറാമത്തെ മോഷനാണ് പറയുന്നത് കേട്ടോ. ആറാമത്തെ മോഷൻ നമ്മൾ ഇതിനുള്ളിലെ പ്രൊജക്ടൈൽ മോഷൻ ഉൾപ്പെടെ 5 മോഷൻ പറഞ്ഞിരുന്നു. ഇനി ആറാമത്തെ മോഷൻ, മോഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ച ലോറൻസ് ഫോഴ്സ് എന്ന് ഓർക്കണം. ലോറൻസ് ഫോഴ്സ്, ദി ഇക്വേഷൻ ഫോർ ഫോഴ്സ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ ഇൻ എ റീജിയൻ ഓഫ് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ. ഇപ്പോൾ ലോറൻസ് ഫോഴ്സ് അങ്ങനെയാണല്ലോ പറയുന്നത്. ഇൻ എ റീജിയൻ ഓഫ് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ ഓർ എ ചാർജ് ഇ ക്യൂ ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് പറയും. ഇവിടെ ചാർജ് ഞാൻ ഇ ആയിട്ട് എടുക്കുന്നത്, ക്യൂ ആയിട്ട് എടുത്താലും മതി. ക്യൂ എടുത്തു കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് പറയും. അറിയാമല്ലോ. ഈ ചാർജ്, സ്മോൾ ഇ ചാർജ്, ക്യാപിറ്റൽ ഇലക്ട്രിക് ഫീൽഡ്, വി വെലോസിറ്റി ഓഫ് ചാർജ് പാർട്ടിക്കിൾ ആൻഡ് വി ഇസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. വേർ ഇ ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വി മാഗ്നറ്റിക് ഫീൽഡ്. ഈ ചാർജ് ക്യൂ എന്ന് എഴുതാൻ കേട്ടോ, ചാർജിന് വി വെലോസിറ്റി. അപ്പോൾ ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ആദ്യ മോഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലെ ചാർജ് മോഷൻ്റെ ഫസ്റ്റ് കേസ്, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ ഈ ഫീൽഡ് ഉള്ളി. ഇലക്ട്രിക് ഫീൽഡ് മാത്രം ചാർജ് പാർട്ടിക്കിൾ പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ? അപ്പോൾ ഇവിടെ നമുക്ക് ആ ലോറൻസ് ഫോഴ്സിൽ രണ്ടാമത്തെ ഫോഴ്സ് വേണ്ട, മാഗ്നറ്റിക് ഫോഴ്സ് വേണ്ട, ഇ ഇൻറ്റു ഇ മാത്രം എടുത്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഉള്ള സ്ഥലത്ത് ലോറൻസ് ഫോഴ്സിലെ ഫസ്റ്റ് ടൈമേ വരുവുള്ള ഫോഴ്സായിട്ട്. ഇഫ് ദർ ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളി, then F is equal to EE. ഈ ക്യു ഇ എന്നുള്ള ഇ എന്ന് എഴുതും. ഇതാണ് എഫ്, എം എ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഡി യു ബൈ ഡി ടി. ദാറ്റ് ഇസ് എം ഇൻറ്റു ഡി യു ബൈ ഡി ടി ഇസ് ഇക്വൽ ടു ഇ ഇ. ദാറ്റ് ഈസ് എം ഇൻറ്റു ഡി യു ബൈ ഡി ടി ഇസ് ഇക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡെൽ ഫൈ. നമുക്കറിയാമല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻ്റ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ നമ്മൾ മൈനസ് ഡെൽ വി എന്ന് പറയും, ഡെൽ വി എന്ന് പറയാറുണ്ട്. ആ വിയെ വിളിക്കുന്ന പേര് ഫൈ എന്ന് പറയും. പൊട്ടൻഷ്യലിന് വി എന്നോ ഫൈ എന്നോ സിമ്പിൾ കൊടുക്കുക. Potential can be represented as V, capital V or phi, and you know E is equal to minus del phi. That question we have studied in electrodynamics. Show that E is equal to minus del phi, del V, and that is put here. So minus sign is written in front. E is equal to minus small e into del phi. Since capital E is equal to minus del phi. Take a dot product of V on either side. ഈ വിയുടെ വെലോസിറ്റിയുടെ ഡോട്ട് പ്രൊഡക്റ്റ് ട്രാൻസ്ലേറ്റ് എടുക്കുക. വെലോസിറ്റി കൊണ്ട്, ദാറ്റ് ഈസ് എം ഇൻറ്റു ഡി യു ബൈ ഡി ടി ഇൻറ്റു ആ ഡോട്ട് വി ഈക്വൽ ടു അപ്പുറത്തും മൈനസ് ഇ ഡെൽ ഫൈ ഡോട്ട് വി. ഈ എൽ എച്ച് എസിൽ കാണുന്ന സംഖ്യ നമുക്കിങ്ങനെ എഴുതാം. ആ ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എം വി സ്ക്വയർ. ശരിയാണെന്ന് നോക്കിയേ. ആ വിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പം അങ്ങനെ എഴുതാം നമുക്ക്. ഡി ബൈ ഡി ടി ഹാഫ് എം വി സ്ക്വയർ. ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മുകളിലുള്ളത് കിട്ടുമല്ലോ. കാരണം ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആ വി സ്ക്വയർ ചെയ്യുമ്പോൾ 2v ഇൻറ്റു ഡി ബൈ ഡി ടി. ആ ടൂവും വെട്ടിപ്പോയാൽ ആ മുകളിലത്തത് കിട്ടും. ഇപ്പോഴത്തെ നമ്മളെങ്ങനെ എഴുതും? മൈനസ് ഇൻറ്റു ഈ ഡെൽ ഫൈ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അത് ഡി ഫൈവ് ബൈ ഡി ടി ആണ്. ഡെൽ ഫൈ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഡി ഫൈവ് ബൈ ഡി ടി ആണ്. അതെങ്ങനെ കിട്ടും നോക്കിയേ. അത് നമുക്ക് നോക്കാം. ഡെൽ ഫൈ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഡി ഫൈവ് ബൈ ഡി ടി ആണ്. അതിന് കാരണം എന്നറിയാമോ? അതിന് കാരണം ഇത് കാണുന്ന സ്റ്റെപ്പാണ്. ഡെൽഫൈക്ക് വരെ 1 ഡയമെൻഷനിൽ പറയുമ്പോൾ അത് ഡി ഫൈവ് ബൈ ഡി എക്സ് ആണല്ലോ. 1 ഡയമെൻഷനിൽ പറയുമ്പോൾ ഡി ഫൈവ് ബൈ ഡി എക്സ് ആണ്. ഡി ഫൈവ് ബൈ ഡി എക്സിനെ നമുക്ക് ഡി ഫൈവ് ബൈ ഡി എക്സിനെ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഡി ഫൈവ് ബൈ അല്ലെങ്കിൽ മുകളിലത്തെ എക്സ്പ്രഷൻ ഡെൽഫൈക്ക് പകരം
d5/dx. പിന്നെ ബിക്ക് പകരം dx/dt. ഇപ്പോൾ dx വെട്ടിപ്പോയി കഴിഞ്ഞാൽ d5/dt. അതാണ് താഴെ ഇരിക്കുന്നത് e × d5/dt. അപ്പോൾ ആ എക്സ്പ്രഷൻ നമ്മൾ LHS കൊണ്ട് എഴുതുക. LHSൽ ആ റൈറ്റ് സൈഡിൽ കിട്ടിയ -e d5/dt LHS കൊണ്ടുവരും. ആ d/dt ½ പ്ലസ് e × d5/dt 0 എന്ന് എഴുതും. നമുക്ക് d/dt കോൺഫാക്ടറായിട്ട് ഓപ്പറേറ്റർ പുറത്ത് കൊടുക്കാം. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ½ പ്ലസ് e5 = 0. ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് മാറ്റിയാൽ മതി. ½ പ്ലസ് e5 k എ കോൺസ്റ്റൻറ്റ്. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. സെക്കൻഡ് ടേം പൊട്ടൻഷ്യലാണല്ലോ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. 5 പൊട്ടൻഷ്യലാണ്, EV പൊട്ടൻഷ്യൽ എനർജി E5. സോ ½ പ്ലസ് e5 k. ഫസ്റ്റ് ടൈമിന് നമ്മൾ കൈനറ്റിക് എനർജി, സെക്കൻഡ് ടൈം ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. സോ വി ക്യാൻ സേ ദ സം ഓഫ് k and p is a constant. This is law of conservation of energy. So when a charged particle moves in an electric field, the total energy, the kinetic energy plus potential energy remains constant. That is a proof. When a charged particle moves in a potential in an electric field, its total energy remains constant. That is Ke plus P is equal constant. ½ is Ke and E5 is the potential energy of charged particle. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിലെ മോഷനാണ് പറഞ്ഞത്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലെ മോഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പറയും, മാഗ്നറ്റിക് ഫീൽഡ് പറയും, ഒടുക്കം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പറയും. രണ്ടും കൂടി ചേർന്ന സ്ഥലം. കേസ് 2, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോറൻസ് ഫോഴ്സ് എഫിഷ്യൽ BQV എന്ന് പറയുന്നത്. ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, if a charge moves with a velocity v inclined at an angle theta in the field direction, force F is equal to Q × V cross B. അങ്ങനെയാണ് പഠിച്ചത്. അതിന് മാക്സിമം ഫോഴ്സാണ് നമ്മൾ BQV എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ BQV sin θ എന്ന് പറയും. BQV sin θ. ഈ Q ചാർജ് അല്ലെങ്കിൽ ഈ ചാർജ് നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇലക്ട്രോൺ ആകുമ്പോൾ Q എന്നുള്ള E ആകും. I പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ BV sin θ. അത് ഒരു വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. F is E × V cross B. അതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. അതിൻ്റെ മാക്സിമം ഫോഴ്സാണ് BeV. This force is called Lorentz magnetic force. BQV അല്ലെങ്കിൽ E × V cross B എന്നുള്ളത്. This force is called Lorentz magnetic force. This force is maximum when theta is 90 and minimum when theta is 0. ഇലക്ട്രോഡൈനാമിക്സ് പഠിച്ചതാണ്, റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സൈക്ലോട്രോൺ കണ്ടീഷൻ വരുന്നത്. സൈക്ലോട്രോൺ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോഡൈനാമിക്സിൽ അത് പ്രോബ്ലമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ ഡൈനാമിക്സ് പേപ്പറിൽ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. സൈക്ലോട്രോൺ കണ്ടീഷൻ. ഇൻ എ cyclotron, the charged particle travels in a transverse field, perpendicular field. Then theta is 90 degree. Theta 90 degree വരും. അത്തരം കേസിൽ എന്ത് സംഭവിക്കും? F is equal to BQV sin 90. Maximum force sin 90 is 1 BQV. This force is equal to the centripetal force mv²/r. So we can equate mv²/r is equal to BQV. B is equal to BQR/m. അതാണ് വെലോസിറ്റി ഇക്വേഷൻ. BQR/m or R is equal to mv/BQ. This is the radius of the circular path described by charge Q, and its velocity can be written in the form BQR/m. If the charge is an electronic charge, then V is equal to BER small ER/m. അങ്ങനെയും പറയാം. The time taken by the particle to complete one revolution in transverse field, that is period T is equal to S/V. നമ്മൾ ഒരു സർക്കുലർ മോഷൻ്റെ പീരീഡ് കാണുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം 2πr/V ആണല്ലോ. V നമ്മൾ പറഞ്ഞ BQR/m.
ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ബി ക്യൂ എന്ന് പറയും. ഇതാണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡിൽ സർക്കുലർ മോഷൻ നടത്താനുള്ള പീരീഡ്. അതിൻ്റെ റെസിപ്രോക്കലിനെ ഫ്രീക്വൻസി എന്ന് പറയും. സോ പീരിയഡ് ടി ഈസ് 2 പൈ ബൈ ബി ക്യൂ ആൻഡ് ഇസ് റെസിപ്രോക്കൽ ഈസ് കോൾഡ് ഫ്രീക്വൻസി. റെസിപ്രോക്കൽ ഈസ് ഗിവൺ ബൈ ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ ബി ക്യൂ ബൈ 2 പൈ എം ഓർ 1/t. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് അപ്പോൾ മോഷൻ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്നില്ല. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മോഷൻ ഡിസ്കസ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡിലെ ചാർജ് പാർട്ടിക്കിൾ മോഷൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല, അടുത്ത ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞതിൽ ചോദിക്കാമെന്ന് ചോദിച്ചതാണ്, വാട്ട് ഇസ് ലോറൻസ് ഫോഴ്സ്? അത് നമുക്കറിയാവുന്നതാണ്, ഇനി പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല. ഇലക്ട്രോഡൈനാമിക്സ് യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2, discuss motion of a charged particle in an electric field and show that total energy is a constant. We have seen it. Question number 3, discuss motion of a charged particle in a magnetic field and obtain the cyclotron condition. Cyclotron condition that you know, mv square by r is bqv, and from that we can find the velocity. Question number 4, write an expression for cyclotron frequency. That also we have seen. അപ്പോൾ സൈക്ലോട്രോണിൻ്റെ 2 പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലം സൈക്ലോട്രോൺ ഉണ്ടെങ്കിലും നമ്മളതിൻ്റെ ഈ ഫസ്റ്റ് ചാപ്റ്ററിന് മണിക്കൂർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ എല്ലാം പഠിച്ചിങ്ങനെ സമയം ഒരുപാട് കളയേണ്ട കാര്യമില്ല. അപ്പോൾ 2 പ്രോബ്ലം ഒരു സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്പർ 1, എ സൈക്ലോട്രോൺ ഓസിലേറ്റർ ഫ്രീക്വൻസി ഈസ് 10 MHz. വാട്ട് ഈസ് ദി ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ആക്സിലേറ്റിംഗ് protons? If the radius of the d is cyclotron, d cyclotron അറിയാമല്ലോ 60 centimeter, what is the kinetic energy of proton produced by the accelerator? Charge is given, mass of proton is given, and one MeV conversion factor is also given. Frequency f നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണല്ലോ, bq by 2 pi m. Therefore b is equal to 2 pi mf by q. Substitute the values, we get the answer 0.66 Tesla. ഇനി നമ്മൾ കൈനറ്റിക് എനർജി E, that is half Vmax square, that is q square b square r square by 2. അതായത് ഹാഫ് Vmax ആണ് ഇത് കാണുന്നത്. നമ്മൾ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഏതാണ് ഈ കാണുന്നതാണ്, ഇതാണ് ഈ ഇക്വേഷനാണ്, ഈ കാണുന്ന ഇക്വേഷൻ, അതാണ് വെലോസിറ്റി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാക്സിമം കൈനറ്റിക് എനർജി. 1/2 ഓടെ ഉണ്ട്. പിന്നെ വെലോസിറ്റിൻ്റെ അകത്ത് m വരുന്നതുകൊണ്ട് m സ്ക്വയർ വരുമ്പോൾ അത് വെട്ടിപ്പോവും. അപ്പോൾ q സ്ക്വയർ b സ്ക്വയർ r സ്ക്വയർ ബൈ 2 എന്ന് വരും. ഹാഫ് v സ്ക്വയർ കാണുമ്പോൾ അപ്പോൾ ആ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇരിക്കുകയാണ്, ഉത്തരം ജൂളിൽ കിട്ടും. ആ ജൂളിനെ MEV ആക്കാൻ 1.6 × 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അറിയാമല്ലോ, 1 MEV is 1.6 × 10⁻³ ജൂൾ. അപ്പോൾ ജൂളിനെ to convert the joule into MEV, we have to divide the value by 1.6 × 10⁻³ The answer is 7.5 MeV. Next problem. A proton and an alpha particle of same kinetic energy enter into a magnetic field in a plane normal to the magnetic field. Compare the radii of their circular path. ഇത് നമ്മൾ ഈ ഫസ്റ്റ് സെമിസ്റ്ററിൽ ചെയ്ത പ്രോബ്ലമാണ്. അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ. R is equal to mv by qb. ആ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെ റേഡിയസിലേക്ക് മാറ്റി പറയുന്നതാണ്. R is mv by qb, and k is half mv square. അപ്പോൾ ഇത് നമ്മൾ കമ്പൈൻ ചെയ്യണം. ആ v വാല്യൂ bqr by half mv square ആണല്ലോ. Or v is equal to 2k by m. വെലോസിറ്റി നമുക്ക് 2k by m എന്ന് എഴുതാമല്ലോ, കാരണം 2 × half mv square by m എന്ന് പറഞ്ഞാൽ m വെട്ടിപ്പോയി കഴിഞ്ഞിട്ട് 2 വെട്ടിപ്പോയിട്ട് അങ്ങനെ എഴുതാം. അപ്പോൾ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ആറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അത് രണ്ടും കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ r is equal to 2mk by q എന്ന് കിട്ടും. അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ആറിൻ്റെ ഇക്വേഷനകത്ത് ആ വിയുടെ സ്ഥാനത്ത് അവസാനം കിടക്കുന്ന v കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ r is equal to √2mk by qb എന്ന് കിട്ടും. അപ്പോൾ ആൽഫ റേഡിയസ് കാണുമ്പോൾ
റൂട്ട് ഓഫ് 2ma ഇൻറ്റു കെ ആൽഫ എം ആൽഫ ഇൻറ്റു കെ ആൽഫ ബൈ ക്യു ആൽഫ ഇൻറ്റു ബി. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് എനർജി കാണിക്കാൻ വേണ്ടിയാണ് ആൽഫ സഫിക്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രോട്ടോണിൻ്റെ റേഡിയസ് റൂട്ട് ഓഫ് 2mb kp ബൈ ക്യു പി ഇൻറ്റു ബി. അപ്പോൾ ഈ റേഡിയസ് കമ്പയർ ചെയ്യാൻ പറയുക. അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്യണം നമ്മൾ. ഡിവൈഡ് ചെയ്യുമ്പോൾ ആർ പി ബൈ ആർ ഈസ് റൂട്ട് ഓഫ് എം ബി ബൈ ക്യു പി ഇൻറ്റു ക്യു ആൽഫ ബൈ റൂട്ട് ഓഫ് എം ആൽഫ. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് 4 പ്രോട്ടോണിൻ്റെ മാസ് തുല്യമാണ്. കാരണം ആൽഫ പാർട്ടിക്കിൾ 2h4 ആണ്. 4 പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമാണ്. 4mb ആണ്. ചാർജ് 2e ആണ് ആൽഫ പാർട്ടിക്കിളിന്. പ്രോട്ടോൺ ചാർജിൻ്റെ ഡബിളാണ്. അപ്പോൾ ചാർജ് ക്യു ആൽഫ ഈസിക്കൽ ടു ക്യു പി. അപ്പോൾ നമ്മൾ വാല്യൂ എല്ലാം പ്രോട്ടോണിൻ്റെ ടേമിലേക്ക് മാറ്റണം. ആൽഫ ടേമെല്ലാം പ്രോട്ടോൺ ടേമിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ ആർ പി ബൈ ആർ ആൽഫ റൂട്ട് ഓഫ് എം ബി ബൈ റൂട്ട് ഓഫ് 4mb ഇൻറ്റു 2qp ബൈ ക്യു പി വെട്ടിപ്പോയിട്ട് ടേംസ് വെട്ടിപ്പോയിട്ട് ആർ പി ബൈ ആർ ആൽഫ ഈസിക്കൽ ടു 1. രണ്ടും ഒരേ റേഡിയസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നർത്ഥം. That is all with your 9th lecture on particle physics. We continue in the next class.